ശ്രീ എം ലിജുവിന് എക്സൈസ് സഹകരണ വകുപ്പുകളാണ് ലഭ്യമാകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. മന്ത്രിസഭയിലേക്ക് എത്തുന്ന പുതുമുഖം കൂടിയാണ് എം ലിജു. കായംകുളത്തു നിന്നുള്ള MLA എം ലിജുവിന് എക്സൈസ് വകുപ്പും സഹകരണ വകുപ്പുമാണ് ലഭിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ എം ലിജുവിന് ലഭിക്കുന്നു. കെ മുരളീധരന് ദേവസ്വം മന്ത്രിയാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മറ്റ് പല വകുപ്പുകളുമൊക്കെ ആരോഗ്യ വകുപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ നേരത്തെ നിർദ്ദേശിക്കുകയും അദ്ദേഹം അതിന് താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ദേവസ്വം മന്ത്രിയാകും എന്നാണ് വിവരം വരുന്നത്. അനൂപ് ജേക്കബിന് ഫുൾ ടൈം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുകയാണെങ്കിൽ അനൂപ് ജേക്കബിന് ഫുൾ ടൈം നൽകാനാവും. അങ്ങനെ ഒരു നീക്കവും അങ്ങനെ ഒരു ചർച്ചകളുമൊക്കെ നടന്നു വരികയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി VR കാർത്തിക് ആണ് ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും. കാർത്തിക്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമുക്ക് ഈ വകുപ്പുകളിൽ നിന്നും തുടങ്ങാം. ലിജുവിൻ്റെയും കെ മുരളീധരൻ്റെയും വകുപ്പുകൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത ആയിട്ടുണ്ടോ? എം ലിജുവിനെ എക്സൈസിന് പുറമെ സഹകരണ വകുപ്പ് കൂടി ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ എക്സൈസ് വകുപ്പ് നൽകുന്ന കാര്യം ലിജുവിനെ അറിയിച്ചിരുന്നു. എന്നാൽ എക്സൈസ് വകുപ്പിനോട് അത്ര താല്പര്യം ലിജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ ഇപ്പോഴും എക്സൈസ് വകുപ്പ് ലിജുവിന് തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്തുന്നത്. ഒപ്പം സഹകരണ വകുപ്പ് കൂടി എം ലിജുവിന് നൽകും. അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യഘട്ടം മുതൽ CMP ആവശ്യപ്പെട്ടിരുന്ന വകുപ്പാണ് ഈ സഹകരണ വകുപ്പ്. സഹകരണ വകുപ്പ് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. കോൺഗ്രസിന്റെ മന്ത്രിയായിരിക്കും സഹകരണ വകുപ്പിൽ എന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. CMP നേതാവ് CP ജോണുമായി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഗതാഗത വകുപ്പ് എന്നാണ്. ഗതാഗത വകുപ്പ് നൽകി ഒരു പരിഹാരത്തിനാണ് ശ്രമം. അത് CNP ഒരുപക്ഷെ അംഗീകരിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലാണ് ഇപ്പോൾ വകുപ്പ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഘടകം ഉള്ളത്. അതായത് RSP നേരത്തെ തന്നെ ജലവിഭവ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ആവശ്യം തന്നെയാണ് കേരള കോൺഗ്രസും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജലവിഭവത്തിന് പുറമെ രജിസ്ട്രേഷൻ വകുപ്പ് കൂടി വേണം എന്നൊരാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം വച്ചു. ജോസഫ് പക്ഷം ഈ ഘട്ടത്തിൽ അയയുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഒരു മന്ത്രിസ്ഥാനത്തിനൊപ്പം ഒരു ചീഫ് വിപ്പ് സ്ഥാനം കൂടി അവർക്ക് നൽകും. നേരത്തെ ആദ്യഘട്ട ചർച്ചകളിൽ ജോസഫിനോട് കൃഷി വകുപ്പ് സംബന്ധിച്ച കാര്യങ്ങളാണ്, കൃഷി വകുപ്പ് നൽകാമെന്ന കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. പക്ഷേ കൃഷി വകുപ്പിനും ക്ഷീരവികസന വകുപ്പിനൊന്നും വകുപ്പുകൾ കൊണ്ട് തൃപ്തിപ്പെടാൻ ജോസഫ് പക്ഷം തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവസാന റൗണ്ടിൽ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അവർക്ക് ജലവിഭവ വകുപ്പും ഒപ്പം രജിസ്ട്രേഷൻ വകുപ്പും നൽകും എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും CMPയെ ഈ ഘട്ടത്തിൽ ഗതാഗതം, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന് ജലവിഭവവും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷനും നൽകുമെന്ന നിലയിലാണ് നിലവിൽ കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു തർക്കം RSPക്ക് ഇനി എന്ത് വകുപ്പ് നൽകും എന്നതാണ്. നിലവിൽ RSP നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം അവസാന റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായി ഒരുപക്ഷെ ഷിബു ബേബി ജോൺ വരും എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇക്കാര്യത്തിലൊക്കെ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷെ അന്തിമ തീരുമാനം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഗവർണറെ കാണാൻ VD സതീശൻ അല്പസമയത്തിനകം പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ മന്ത്രിമാരുടെ പട്ടിക നൽകും. വകുപ്പുകൾ സംബന്ധിച്ച് പോർട്ട്ഫോളിയോസ് വിതരണം. കാർത്തിക, അതിനകത്തൊരു ചെറിയ വിഷയം, ഈ കെ മുരളീധരനെ പോലെ ഒരാൾക്ക് ആരോഗ്യം പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകി, അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ദേവസ്വം വകുപ്പ് മാത്രമായി കെ മുരളീധരന്, അതിൻ്റെ കൂടെ മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി കാണില്ലേ? ആരോഗ്യ വകുപ്പിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അപ്പോഴും തുടർന്നുള്ള ചർച്ചകളിൽ ആരോഗ്യ വകുപ്പിന് പുറമെയാണ് ഈ ദേവസ്വം വകുപ്പ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫുമായി ഒരു ഘട്ടത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു. പക്ഷേ സണ്ണി ജോസഫ് ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. അങ്ങനെയാണ് ആരോഗ്യ വകുപ്പ് കെ മുരളീധരനാണ് എന്ന് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം നമുക്ക്. ആരോഗ്യത്തിന് പുറമെയാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട്, അതായത് ആരോഗ്യവകുപ്പിൽ താല്പര്യക്കുറവുള്ളതുകൊണ്ട് കൂടിയാകാം ഒരു പക്ഷേ ദേവസ്വം വകുപ്പ് കൂടി കെ മുരളീധരന് നൽകിക്കൊണ്ടുള്ള ഒരു അനുനയ ശ്രമം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമം എന്ന് മനസ്സിലാക്കാം. എന്തായാലും ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കും കെ മുരളീധരൻ എന്ന നിലയിലാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഒപ്പം AP അനിൽകുമാറിന് ടൂറിസത്തിന് പുറമെ ഒരു സുപ്രധാന വകുപ്പ് കൂടി നൽകേണ്ടതുണ്ട്. അത് ഏതെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മറ്റൊന്ന്, സണ്ണി ജോസഫ്, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ സുപ്രധാന വകുപ്പിലേക്ക് തന്നെയാണ് അദ്ദേഹം വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. അത് റവന്യൂ വകുപ്പായിരിക്കും എന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. എന്തായാലും ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടായിരുന്നു
മാണി സി കാപ്പനും അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബും അവർ പരസ്യമായി ഇത്തരത്തിൽ പ്രതിഷേധം പരസ്യമാക്കിയത്. ഈ തീരുമാനത്തിന് പിന്നാലെ ചില സഭാ നേതൃത്വത്തെ കൂടി മാണി സി കാപ്പൻ കണ്ടിരുന്നു. അതിനുശേഷം പുതിയ ചില ചർച്ചകൾക്ക് കൂടി വഴിവെച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മാണി സി കാപ്പൻ്റെ പേര് കൂടി സജീവ പരിഗണനയിൽ വരുന്ന ചർച്ചകൾ അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അനൂപ് ജേക്കബിന് ഈ മന്ത്രിസഭയിൽ ഫുൾ ടേം നൽകാനാകും. ഒപ്പം ഒരു ക്യാബിനറ്റ് പദവി മാണി സി കാപ്പന് നൽകി എന്നും വരും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലൊരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ സജീവമാണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങളോട്, ആ ചർച്ചകളോട് മാണി സി കാപ്പൻ്റെ പാർട്ടിയും മാണി സി കാപ്പൻ ഏത് തരത്തിൽ പ്രതികരിച്ചു എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും ടേം വ്യവസ്ഥ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അവസാന മണിക്കൂറുകളിൽ സജീവമായി നടക്കുന്നു. അതിനുള്ള ഫോർമുല ഇതായിരുന്നു: ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മാണി സി കാപ്പനെ കൊണ്ടുവരിക, ഒപ്പം അനൂപ് ജേക്കബിന് ഫുൾ ടൈം നൽകുക. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഏതാണ്ട് 3 മണിവരെയും ചർച്ചകളിൽ സജീവമായി നിന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാൻ എത്തും എന്ന ഷാനിമോൾ ഉസ്മാൻ്റെ പേരാണ് സജീവമായി പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുമോ എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വയനാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുന്നത്. അതായത് വയനാട് ജില്ലയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാട്. കാർത്തിക, അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. വയനാട് ജില്ലയിൽ നിന്നും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച പേര് IC ബാലകൃഷ്ണേതാണ്. 4ാം തവണ വിജയിക്കുന്ന ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു മന്ത്രിയാണ്. ആദ്യമായി കേരളത്തിന് ഒരു ST വിഭാഗത്തിൽ നിന്ന് PK ജയലക്ഷ്മിയെ ഒരു മന്ത്രിയാക്കിയത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരം കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്തായിരുന്നു. അങ്ങനെ ഒരു പേര് രാഹുൽ ഗാന്ധിയുടെ മുന്നിലെത്തിയാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ആയാലും ഖർഗെ ആയാലും ST വിഭാഗത്തിൽ നിന്ന് ഒരാളുടെ പേര് വരുമ്പോൾ, അതും 4ാം തവണ വിജയിച്ചു വരുന്ന ഒരാളുടെ പേര് വരുമ്പോൾ അത് അംഗീകരിക്കും. പ്രത്യേകിച്ച് വയനാട് നിന്നുകൂടി വരുന്ന പേരാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അപ്പോൾ T സിദ്ദിഖ് മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന ഒരാളാണ്. T സിദ്ദിഖിൻ്റെ മന്ത്രിസ്ഥാനം വയനാട് ജില്ലയിൽ നിന്ന് 3 MLA വയനാട് ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരെ കൊടുക്കാനാവില്ലല്ലോ. അപ്പോൾ T സിദ്ദിഖിൻ്റെ മന്ത്രിസ്ഥാനം തുലാസിലാവുമോ? IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ്, ഇത് രണ്ടിൽ ഒരാൾ മന്ത്രിസഭയിലേക്ക് എത്തും എന്ന നിലയിലാണ് നിലവിൽ കാര്യങ്ങൾ. IC ബാലകൃഷ്ണന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങളും പുറത്തുവരുന്നു. രമേശ് ചെന്നിത്തല ക്യാമ്പും ഈ ഘട്ടത്തിൽ IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 50% എന്ന് മറുപടി അയക്കുകയാണ് ഈ ഘട്ടത്തിൽ. അതായത് ചർച്ചകൾ സജീവമായി ഉണ്ട്. വയനാട്ടിൽ നിന്ന് ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനം അന്തിമമായിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല, അതായത് മാണി സി കാപ്പനെ അനുനയിപ്പിക്കാനും ആ ടേം വ്യവസ്ഥയിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചാൽ അവിടെ ഷാനിമോൾ ഉസ്മാന് സ്വാഭാവികമായും മന്ത്രിസ്ഥാനം നഷ്ടമാകും. അങ്ങനെയെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രാതിനിധ്യം കോൺഗ്രസിന് നൽകേണ്ടതുണ്ട്. മാത്രമല്ല മറ്റൊരു ഘടകം കൂടി ഇതിനോട് കൂട്ടി വായിക്കണം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു പ്രാതിനിധ്യം ഈ ഘട്ടത്തിലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിലയിലാണ് കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടികയുള്ളത്. അതിൽ വലിയ തോതിലുള്ള അതൃപ്തിയുമുണ്ട്. കാരണം 20 വർഷത്തിന് ശേഷമാണ് വലിയൊരു വിജയം ആ ജില്ലയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അർഹമായ പ്രാതിനിധ്യം ആ ജില്ലയ്ക്ക് നൽകണം എന്ന തരത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ പല പേരുകളും കോഴിക്കോട് ജില്ലയിൽ നിന്ന് സജീവമായി കോൺഗ്രസിൻ്റെ MLA-മാരുടെ 2 പേരുകൾ, അതായത് ജയന്തിൻ്റെയും ഒരു ഘട്ടത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ്റെയും പേരുകൾ സജീവമായി ചർച്ചകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല. പക്ഷേ വലിയ പ്രതിഷേധം അതിൽ നേതൃത്വത്തിന് ഉണ്ട്. മാത്രമല്ല കോഴിക്കോട് ജില്ലാ നേതൃത്വവും കോഴിക്കോട് നിന്നുള്ള നേതാക്കളുമൊക്കെ MP അടക്കമുള്ളവരും ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി അറിയിച്ചതായാണ് സൂചന. അങ്ങനെ അവസാന ഘട്ടത്തിൽ 2 പേരുകൾ, ആ 2 പേര് ഇനി ആരൊക്കെയാണ് എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്. സ്വാഭാവികമായും അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് ജില്ല, എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയ്ക്കും പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ, അല്ലേ? തീർച്ചയായും പാലക്കാട്, കോഴിക്കോട് ജില്ലകളുടെ കാര്യത്തിൽ പ്രാതിനിധ്യം നൽകാനാകാത്ത സാഹചര്യമാണ് നിലവിൽ പുറത്തു വരുന്ന പേരുകൾ. അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന പേരുകൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് T സിദ്ദിഖിന് അനുകൂലമായി കാര്യങ്ങൾ എത്തിയേക്കാം. കാരണം ഒരു കോഴിക്കോടുകാരൻ, മുൻ കോഴിക്കോട് DCC പ്രസിഡന്റ്, പിന്നീട് വയനാട്ടിലേക്ക് പോകുന്നു, കൽപ്പറ്റയിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു ക്ലെയിം ഒരു പക്ഷേ T സിദ്ദിഖിന് ഉന്നയിക്കാം. അത് പരിഗണിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. എങ്കിൽ കൂടിയും അത്തരത്തിൽ ഒരു 50-50 ചാൻസ് ഇപ്പോഴും T സിദ്ദിഖിനും IC ബാലകൃഷ്ണനും ഇടയിൽ ഇപ്പോഴും നിൽക്കുന്നു. ഹൈക്കമാൻഡ് എന്ത് അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കാർത്തിക് ഇപ്പോൾ IC ബാലകൃഷ്ണൻ വരുമെങ്കിൽ T സിദ്ദിഖ് ഒഴിവായാൽ
പിന്നീട് മുസ്ലിം വിഭാഗത്തിൽ നിന്നും എന്തായാലും ഒരാൾ വരണം. അങ്ങനെ 3 പേരുകളുള്ളത്, ഒന്ന് ടി സിദ്ദിഖിൻ്റെതാണ്, 2 ഷാനിമോൾ ഉസ്മാൻ്റെതാണ്, 3 അൻവർ സാദത്തിൻ്റെതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 പേരുകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? അൻവർ സാദത്തിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത വിദൂരമാണ് എന്ന് പറയാനുള്ളൊരു കാര്യം, ഒരു സമവായ സാധ്യത എന്ന നിലയിൽ ആ പേര് വരാം. പക്ഷെ അപ്പോഴും ജില്ലകളുടെ പ്രാതിനിധ്യം, പല സമവാക്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. സാമുദായിക ഘടകം ഒപ്പം ജില്ലകളുടെ പ്രാതിനിധ്യം, ഇത് കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള സാധ്യത കുറവാണ്. അൻവർ സാദത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇനി കുറവാണ്. മാത്രമല്ല, വയനാട്, കോഴിക്കോട്, പാലക്കാട് ഈ ജില്ലകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ചകളാണ് സജീവമായി ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നടക്കുന്നത്. എന്തായാലും ഒരു പ്രാഥമിക ധാരണയിലേക്ക് നേതൃത്വം എത്തിച്ചേരും. അത് ഹൈക്കമാൻഡിൻ്റെ ഒരു ഫോൺ കോൾ കൂടി എത്തിച്ചേരും എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഗവർണർക്ക് കൊടുക്കുന്ന പട്ടികയിൽ 2-ൽ ഒരാളുടെ പേര് ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാം. ശരി, എന്തായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.